ഫോർച്യൂൺ IASന്റെ നോ യുവർ സർവീസിലെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയിരിക്കും. സോ ലെറ്റ്സ് കം ഇൻ ടു ദ ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓർ IFS. തുടക്കം നമുക്ക് നോക്കാം ജോബ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് നമ്മൾ പേര് കേൾക്കുമ്പോൾ പോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ സർവീസുമായി അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾ മാറുക. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എംബസി എന്ന് പറയും. ഇപ്പോൾ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ ഉള്ളിൽ സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് എംബസി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസ് US-ലോ അല്ലെങ്കിൽ റഷ്യയിലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് എംബസി എന്ന് വിളിക്കുക. അപ്പോൾ ഈ എംബസിയിലെ ഓഫീസറുകളായിട്ടായിരിക്കും ഇനീഷ്യലി നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ അജണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻട്രസ്റ്റുകളെ സംരക്ഷിക്കുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ നമ്മളുടെ ആവശ്യങ്ങൾ പുഷ് ചെയ്യണം. അത് പല രീതിയിലായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവുക. ഇപ്പോൾ വളരെ ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും ഇന്ത്യ-USA ന്യൂക്ലിയർ ഡീൽ. അപ്പോൾ നമുക്ക് USA-യുമായിട്ട് ആണവ മെറ്റീരിയലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡീല് സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ മാക്സിമം ഇന്ത്യക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ ആ ഡീല് ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് US-ഉമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, US-ലെ ഓഫീസർമാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക തുടങ്ങിയ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓഫീസർമാരാകുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത് രാജ്യത്തലവന്മാരുമായിട്ടായിരിക്കും. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിലെ നിങ്ങളുടെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ആയിരിക്കും. ഒപ്പം തന്നെ US ഗവൺമെൻറ്റിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് US-ൽ നിങ്ങൾ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ആണവ കരാറാണെങ്കിൽ അവർ ചിലപ്പോൾ ആറ്റോമിക് സെക്രട്ടറി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് ആണെങ്കിൽ ഡിഫൻസ് സെക്രട്ടറിയും, ഒപ്പം തന്നെ US പ്രസിഡൻറ്റുമായിട്ടായിരിക്കും നിങ്ങളുടെ തമ്മിലൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ അത്രയും ഉയർന്ന രീതിയിൽ തുടക്കം മുതലേ പ്രവർത്തിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു സർവീസാണ് നിങ്ങളുടെ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. ഇത് ഒരു ആസ്പെക്റ്റാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡൽഹിയിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന പോലെ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൽഹിയിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫോറിൻ പോളിസി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ, അത് വളരെ ഹൈ ലെവൽ പോളിസി ഡിസ്കഷൻസിലേക്ക് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. സോ അത്തരത്തിലൊരു രീതിയിലുള്ള പൊതുവേ സിവിൽ സർവീസ് സർക്കിളിൽ തന്നെ ഒരു എലീറ്റ് സർവീസ് എന്നറിയപ്പെടുന്ന ഒരു സർവീസാണ് ഏത്, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ സർവീസിൻ്റെ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. ഈ സർവീസിൻ്റെ ഏറ്റവും വലിയ പെർക്ക് ആൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിദേശത്താണ് പോസ്റ്റഡ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തെ കറൻസിയിലായിരിക്കും നിങ്ങളുടെ സാലറി കിട്ടുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള നിങ്ങളുടെ ലെവൽ 10-ൽ, അതായത് നിങ്ങളുടെ ഒപ്പം തന്നെ ജോലിക്ക് കയറുന്ന ഏതൊരു വ്യക്തിയെക്കാളും ഉയർന്ന അളവിലുള്ള, അതും ഒരു 1-2 മടങ്ങ് അധികം സാലറി കിട്ടുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാവുക, നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഒപ്പം തന്നെ ഈ സർവീസിലേക്ക് നിങ്ങൾക്ക് ഈ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ യു ആർ റെപ്രസെൻറ്റിങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ഉദാഹരണത്തിന് ഈജിപ്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോസ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അക്കോമഡേഷൻ ഫെസിലിറ്റികളിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള, അതായത് നിങ്ങളുടെ ഫെസിലിറ്റീസ് taken care by the government of India is next level. ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ പവേഴ്സ് പലപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ഫോറിൻ സർവീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് പലപ്പോഴും അത് ഒരുപാട് ഡിസ്ക്രിഷണറി പവേഴ്സ് കിട്ടുന്ന രീതിയിലാണ് അവർ നിങ്ങൾക്ക് ആ പണം നൽകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഫോറിൻ അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടത്താനും മറ്റ് രാഷ്ട്ര തലവന്മാരുമായിട്ട് ഉയർന്ന രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടത്താനുള്ള ഒരു
ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണ് സമയത്ത് പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളിലും കാണാൻ സാധിക്കുന്നത് വലിയ വലിയ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ അത്രയും ഉയർന്ന രീതിയിലുള്ള ചായ സൽക്കാരങ്ങളും വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സർവീസ് നിങ്ങൾക്ക് നിങ്ങളൊരു സോഷ്യൽ സ്റ്റാറ്റസിലും ഒപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലും നിങ്ങൾക്ക് വലിയൊരു അളവിലുള്ള പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഡൽഹിയിൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസ് കിട്ടാനുമായിട്ടുള്ള ഈസിനെസ് വളരെ എളുപ്പത്തിൽ ഇതെല്ലാം കിട്ടാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് ഈ സർവീസിൻ്റെ ട്രെയിനിങ് ആൻഡ് വാല്യൂ അഡീഷനാണ്. ഈ സർവീസിൻ്റെ ട്രെയിനിങ് മറ്റ് സർവീസുകൾ വെച്ച് നോക്കുമ്പോൾ ചെറിയ പീരീഡിലാണ് ഈ സർവീസിൻ്റെ ട്രെയിനിങ് കഴിയുന്നതും ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പോസ്റ്റിങ്ങിലേക്ക് കടക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ട്രെയിനിങ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ട്രെയിനിങ് ഫേസിൽ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ഷനിൽ വരുന്നത് ഫോറിൻ മിനിസ്റ്ററൊക്കെയാണ്. വളരെ ചുരുക്കം സർവീസുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സർവീസിൻ്റെ മിനിസ്റ്ററെ തന്നെ നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഫേസിൽ ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ പോളിസി എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നത്. ഒപ്പം തന്നെ ട്രെയിനിങ് ഫേസിലാണ് നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഈ സർവീസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, ഇപ്പോൾ ഞാൻ നേരത്തെ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സിൽ പറഞ്ഞില്ല, അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ഫേസ് മുതലേ തുടങ്ങുന്ന ഒരു ഗുണമാണ് യാത്ര ചെയ്യുക, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ട്രെയിനിങ് ഫേസിൽ നിങ്ങൾക്ക് സൗത്ത് ഏഷ്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തായ്ലൻഡിലായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് ഫേസിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് നടക്കുന്നുണ്ടാവുക. തുടർന്ന് നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് രാജ്യത്ത് പോസ്റ്റിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനു വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള തുടർന്നുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ പാരീസിലാണ് നിങ്ങൾ പോസ്റ്റിംഗ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഞ്ച് പഠിക്കേണ്ടി വരും. റഷ്യയിലാണ് നിങ്ങൾ പോസ്റ്റിംഗ് വേണമെങ്കിൽ റഷ്യൻ പഠിക്കേണ്ടി വരും. ഈവൻ മലയാളികളുടെ ഏറ്റവും മോസ്റ്റ് സോർട്ട് ഔട്ട് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗൾഫ് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറബിക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ ട്രെയിനിങ്ങിലും ഈ തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് മെക്കാനിസം നിങ്ങൾക്ക് തരുന്നതാണ്. രണ്ടാമത്തെ വാല്യൂ അഡീഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ സർവീസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IASകാരുടെ ഒരു അപ്രമാദിത്യം വളരെയധികം തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു സർവീസാണ് ഈ സർവീസ്. കാരണം ഈ സർവീസിൻ്റെ ഫോറിൻ സെക്രട്ടറി ആവുന്നത് ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ തന്നെയായിരിക്കും. പൊതുവെ മറ്റ് സർവീസുകളിലെല്ലാം IASകാരാണ് ആ സർവീസിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ ഇവിടെ മുഴുവൻ കേഡറിൻ്റെയും കൺട്രോള് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ഓവറോൾ നിങ്ങളുടെ വിത്തിൻ കരിയറുള്ള വാല്യൂ അഡീഷനും വളരെ ഹൈ ആയിരിക്കും. പിന്നെ മറ്റ് ഗവൺമെൻറ്റുകളുമായി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നൊരു വാല്യൂ അഡീഷൻ ഉണ്ട്. അവരുമായിട്ടുള്ള പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുന്ന സമയത്തും പുതിയ ഡീലുകൾ ഒപ്പുവയ്ക്കുന്ന സമയത്തും കോർപ്പറേറ്റുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൺ ഇൻ കേസ് നിങ്ങൾക്കൊരു പോയിന്റിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് തോന്നുകയാണെങ്കിലും നിങ്ങൾക്ക് പറക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അധികം ഈ സർവീസ് നിങ്ങൾക്ക് തരുന്നതാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് പോസ്റ്റിങ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് യാത്ര ചെയ്യാനും ഒരുപാട് കൾച്ചറുകൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ സർവീസ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അതിലേറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നത് പോസ്റ്റിങ്സിൽ തന്നെയാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ഏത് ഭാഷയാണ് പഠിക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം എന്നത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ യൂറോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക ആയിരിക്കാം, അല്ലെങ്കിൽ റഷ്യ ആയിരിക്കാം, മിഡിൽ ഈസ്റ്റ് ആയിരിക്കാം, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിരിക്കാം, ഏത് സ്ഥലം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പൊതുവെ 3 വർഷമാണ് നിങ്ങൾക്ക് വിദേശത്തുള്ള പോസ്റ്റിങ്സ് ഉണ്ടാവുക. ആ 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോവാം, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരാവുന്നതാണ്. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് വരുമ്പോൾ 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് തന്നെ പോകാം. നിങ്ങൾ കാര്യമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫോറിൻ പോളിസികൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഡൽഹിയിലേക്ക് തന്നെ പോയി പോസ്റ്റിംഗ് നേടാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം. പലപ്പോഴും പലരുടെയും വിചാരം ഇന്ത്യൻ
ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആജീവനാന്തം ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യേണ്ടി വരും, തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇവിടെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസേഴ്സിന് നാട്ടിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന റീജിയണൽ പാസ്പോർട്ട് ഓഫീസസ്, ഈ ഓഫീസുകളിലെയും ഹെഡ് ഓഫ് ദ ഓഫീസായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ഫോറിൻ സർവീസ് ഓഫീസേഴ്സിനുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഒരെണ്ണമുണ്ട്. കൊച്ചിയിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കിട്ടാവുന്നതാണ്, പോസ്റ്റിങ്സ് കിട്ടാവുന്നതാണ്. അപ്പോൾ അതിനർത്ഥം ഈ സർവീസിലേക്ക് വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഡൽഹി, അതായത് ഇന്ത്യയുടെ ഏറ്റവും കേന്ദ്രബിന്ദു, വിദേശത്ത് ഏത് രാജ്യത്ത് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം നാട്ടിലും പോസ്റ്റിങ്സ് കിട്ടാനുള്ള ഒരു സൗകര്യം ഈ സർവീസ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കരിയർ ഗ്രോത്ത് എന്നുള്ള ആസ്പെക്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ പോസ്റ്റഡ് ആവുന്നത് നമ്മൾ എംബസിയിൽ ഒരു ജൂനിയർ ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾ പോസ്റ്റഡ് ആവുന്നുണ്ടാവുക. തുടർന്ന് നിങ്ങളുടെ സ്ഥാനക്കയറ്റം വരുന്നുണ്ടാവുക. നിങ്ങൾ ഏറ്റവും ഉയർന്ന പദവിയിലെത്തുമ്പോൾ നിങ്ങൾ ആ ഓഫീസിൻ്റെ ഹെഡ് ഓഫ് ദ ഓഫീസ് ആവും. അതാണ് നിങ്ങൾ അറിയപ്പെടുന്ന അംബാസിഡർമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അംബാസിഡേഴ്സ് ആയിരിക്കും ബേസിക്കലി ഈ ഒരു വിദേശ ഗവൺമെൻറ്റുമായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ US അല്ലെങ്കിൽ റഷ്യ പോലത്തെ രാജ്യത്ത് ആണെന്നുണ്ടെങ്കിൽ അംബാസിഡേഴ്സ് ആർ ലൈക്ക് വെരി പവർഫുൾ. അപ്പോൾ അവരായിരിക്കും പലപ്പോഴും നമ്മുടെ ഫോറിൻ പോളിസി അജണ്ടയും ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കും, ഇപ്പോൾ S ജയശങ്കർ പോലുള്ള വ്യക്തികൾ, ഇപ്പോൾ ഇവരെല്ലാവരും ഫോറിൻ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫോറിൻ സെക്രട്ടറി, അതിനുശേഷം ഇവർ നെക്സ്റ്റ് ലെവൽ ഫോറിൻ മിനിസ്റ്റർ എന്ന രീതിയിലേക്ക് ഉയർന്നു വരികയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വരുന്ന ചേഞ്ചസ് കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, മന്ത്രിയാവുന്ന വ്യക്തി പലപ്പോഴും ആ പെർട്ടിക്കുലർ ഡൊമൈനിൽ വളരെയധികം എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തികളെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും മന്ത്രികളായിട്ടും അല്ലെങ്കിൽ മറ്റ് പോസ്റ്റിങ്സിലേക്കും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫോറിൻ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോറിൻ മിനിസ്റ്റർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി അതിൽ കിട്ടുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ കാണാൻ സാധിക്കേണ്ടത് നിങ്ങളുടെ പ്രൊമോഷൻസും കമ്പാരിറ്റീവ്ലി ഫാസ്റ്ററാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അധികം വലിയൊരു സർവീസല്ല, ചെറിയ സർവീസാണ്, എലീറ്റ് സർവീസാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ പോസ്റ്റഡ് ആവുന്നത് അവിടെ നിങ്ങളുടെ ഫാസ്റ്ററായിട്ടുള്ള പ്രൊമോഷൻസും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സർവീസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പൊതുവെ ഫോറിൻ സർവീസിൽ വരുന്ന വ്യക്തികൾ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ സീരിയസ് ആയിട്ട് കാണാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS IPS എന്നതിനോട് ഒപ്പം തന്നെ കിടപിടിക്കുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സർവീസാണ്. അപ്പോൾ പൊതുവെ ഫോറിൻ മിനിസ്ട്രിയിലേക്ക് വരുന്നവർ മറ്റ് മിനിസ്ട്രിയിലേക്ക് പോകുന്നത് കുറവാണ്. എന്നിരുന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുമല്ലോ, ഒരുപക്ഷെ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടാവും, ഓർ ഈവൺ ഇഫ് നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കെല്ലാം വളരെ പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സർവീസാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ സർവീസ് ഇറ്റ്സെൽഫ് ഈസ് വെരി എലീറ്റ് വൺ. സോ ഡെപ്യൂട്ടേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാറില്ല. എന്നിരുന്നാലും ഡെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും തടയാനും പോകുന്നില്ല. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് IFS എന്ന് പറയുന്ന സർവീസ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കുറച്ച് ഡിസൈഡ് ക്വാളിറ്റീസ് നിങ്ങൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ സർവീസിൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് കുറച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള, ആക്റ്റീവായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, വളരെ മിതമായി പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് കൂടുതലും ഈ സർവീസിൽ ശോഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം പലപ്പോഴും നിങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു മൗത്ത് പീസ്. നിങ്ങളിലൂടെയാണ് ഗവൺമെൻറ് മറ്റു രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുക കുറച്ച് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, കുറച്ച് ക്യൂരിയോസിറ്റി, അതായത് ഫുഡ്, കൾച്ചർ, ഇതിനോടൊക്കെ കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള വ്യക്തികൾ, ട്രാവലിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഇവർക്കെല്ലാവർക്കും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സർവീസാണ്. കാരണം ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യുകയാണെന്നൊരു ഫീലിംഗ് വരില്ല. നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർവീസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്നു, അതിന് നിങ്ങൾക്ക് വിത്തിൻ ഗവൺമെൻറ് റിസൾട്ട്സ് ഉണ്ടാകുന്നു, ഒബ്വിയസ്ലി നിങ്ങൾക്ക് സാലറി കിട്ടുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. ഐസ് ബ്രേക്കിംഗ് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. പുതിയൊരു ആളുമായിട്ട് എൻഗേജിങ് ആയിട്ടുള്ള കോൺവെർസേഷൻ, അത് ചിലപ്പോൾ സിനിമയെ പറ്റിയായിരിക്കാം, ഫുഡിനെ പറ്റിയായിരിക്കാം, ഓർ ഈവൻ
ഫ്ലൈറ്റിനെ പറ്റിയായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊരു കോൺവെർസേഷനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്ത്, അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു വിദേശ ഗവൺമെൻറ്റിലെ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഒബ്വിയസ്ലി നിങ്ങൾ വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ ഫാമിലി ഇവൻറ്റ്സിൽ നിങ്ങൾ കോമ്പയർ ചെയ്യുന്നുണ്ടാവും, ആങ്കർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെ ഇത് വളരെ ആപ്റ്റായിട്ടുള്ള സർവീസാണ്. നിങ്ങൾ പഠിച്ച് ഇതിൽ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു വോണ്ട് ഫീൽ ഇറ്റ് ലൈക്ക് ഡൂയിങ് എ ജോബ്, യു വിൽ ഫീൽ ഇറ്റ് ലൈക്ക് യു ആർ ഗോയിങ് ത്രൂ യുവർ പാഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലൈഫ് കിട്ടുന്നതായിരിക്കും.